നമസ്കാരം ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ദി ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീഡിയം ആൻഡ് ഹെവി ട്രക്സിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഭാരത് ബെൻസ്, ടാറ്റ, അതുപോലെ തന്നെ ലീലാൻഡ് എല്ലാ കാറ്റഗറിയിലെ വണ്ടികളും നമ്മൾ നോക്കും. അതിനകത്ത് നമ്മൾ പറയുകയാണെങ്കിൽ 6 വീൽ ട്രക്സിന്, അതായത് 6 വീൽ ഹെവി ഡ്യൂട്ടി ട്രക്സിന് നമ്മളൊരു പ്രത്യേക പരിഗണന കൊടുക്കും. ഇപ്പോൾ കൂടുതൽ പറയുകയാണെങ്കിൽ ഇത്രയും പവറുള്ളൊരു എൻജിൻ വെച്ച് ഇത്രയും ലോഡ് കപ്പാസിറ്റിയുമായിട്ട് പോകുന്ന കുറേ അധികം ട്രക്സ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുന്നത് ഭാരത് ബെൻസിൻ്റെ 1923, നമ്മുടെ ടാറ്റ LPK 1923, സിഗ്ന, അങ്ങനത്തെ കുറേ അധികം വാഹനങ്ങൾ ഈ ഒരു മേഖലയിലുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഇന്ന് സെലക്ട് ചെയ്യാൻ പോകുന്നത് 2020 രജിസ്ട്രേഷനായ നമ്മുടെ ഭാരത് ബെൻസിൻ്റെ 1923 എന്നൊരു മോഡലാണ്. അതായത് ഈ ഒരു മോഡൽ. ഈ ഒരു വണ്ടിയുടെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. മെയിനായിട്ട് 2 പാർട്ടായിട്ടാണ് വീഡിയോ ചെയ്തത്. ഒന്ന് നമ്മുടെ ഈ വണ്ടിയുടെ ഒരു റിവ്യൂ, പിന്നെ രണ്ടാമത്തേത് ലോഡും കൊണ്ട് പോകുന്ന ഒരു റിവ്യൂവും. രണ്ടും തമ്മിൽ കമ്പാരിസൺ ചെയ്ത് മറ്റു വണ്ടികളായിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് എങ്ങനെയുണ്ട് എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്ത് നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഭാരത് ബെൻസിൻ്റെ ഈ ഒരു 6 വീലിനെ പറ്റി പറയുമ്പോൾ ഇതൊരു 2019 BS4ൻ്റെ ലാസ്റ്റ് വേർഷനാണ്. അത് 2020ലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് 20ൽ വന്നിരിക്കേണ്ട കുറച്ച് നോംസൊക്കെ ഇതിനകത്ത് നോക്കിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു വണ്ടി വന്നിരിക്കുന്നത്. അത് നമുക്ക് ഈ ഒരു വണ്ടിയിൽ നിന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ട് വന്നിരിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കോർണർ ടോപ്പ് ഗ്ലാസ് കണ്ടോ. ഈ ഒരു മിറർ എന്ന് പറയുന്നത് നമുക്ക് അകത്തിരിക്കുന്ന സമയത്ത് നേരത്തെ ഉള്ള വണ്ടികൾ നിങ്ങൾ കണ്ടാൽ സാധിക്കും, നിങ്ങൾക്ക് ഈ ഒരു ഫ്രണ്ട് സെൻറ്റർ ഭാഗത്തായിട്ടായിരുന്നു കൊടുത്തിരുന്നത്. ഇപ്പോൾ നമുക്കത് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു എൻഡിലായിട്ട്, അതായത് ലെഫ്റ്റ് സൈഡിലത്തെ എൻഡിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രധാന ഗുണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫ്രണ്ട് മൊത്തം കാണുകയും ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു സൈഡുണ്ട്, ഈ ഒരു കറക്റ്റ് പോർഷൻ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേന് അവിടെ ഒരു ടോപ്പ് ഗ്ലാസ് കൂടെ ഉണ്ട്. അതിൻ്റെ കാര്യം കൂടെ ഒരു മിററുണ്ട്, അതിൻ്റെ കാര്യം കൂടെ ഞാൻ പറയാം. അപ്പോൾ അതാണ് നമുക്ക് ഇതിനകത്ത് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കാനുള്ളത്. നമുക്കെപ്പോഴും ഈ ബോഡിയെ പറ്റി പറയണം. ഇപ്പോൾ ഭാരത് ബെൻസിൻ്റെ ഏത് വണ്ടികൾ എടുത്തു കഴിഞ്ഞാലും ഈ ഒരു ബോഡി ഷേപ്പ് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു എയറോഡൈനാമിക് ഷേപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു എയറോഡൈനാമിക് ഷേപ്പ് ഏറ്റവും കൂടുതൽ എയറിനെ കറക്റ്റ് രീതിയിൽ കടത്തിവിട്ട് നമുക്ക് ആ ഒരു ജെർക്കിങ് ഒഴിവാക്കിക്കൊണ്ട് പോകാനുള്ള രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് ഭാരത് ബെൻസിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റാണ്. ക്യാബിൻ എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ആദ്യം ഈ ഒരു ബമ്പറിലേക്ക് തുടങ്ങുവാണെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ 3 പീസായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു ഹെഡ്ലൈറ്റിന് വേണ്ടി ഒരു പീസ് ബമ്പർ ചെയ്തിട്ടുണ്ട്, ഈ ഒരു സെൻറ്റർ പോർഷൻ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ആ ഒരു പോർഷൻ, അങ്ങനെ 3 പോർഷനായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇനിയും ഇതിൻ്റെ സെൻട്രലായിട്ട് തന്നെയാണ് ഈ ഒരു ക്രോസ് ബമ്പർ ഇതിനുള്ളിൽ വന്നിട്ടുണ്ട്. ആ ക്രോസ് ബമ്പറിലാണ് നമുക്കിപ്പോൾ വണ്ടി കെട്ടി വലിക്കാനും അല്ലെ അതിനു വേണ്ടതായിട്ടുള്ള സാധനങ്ങൾ, അതായത് ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ താന്നു പോകുന്ന സമയത്ത് അല്ലെ എന്തെങ്കിലും വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ വരുമ്പോൾ ഒന്ന് വലിച്ച് പൊക്കാനോ അങ്ങനത്തെ കാര്യത്തിനൊക്കെ ഈ ഒരു ക്രോസ് ബമ്പറിന് ഉള്ളിലെ ഈ ഒരു റാഡിൽ ഇട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ വലിയൊരു ഉപകാരമാണ് ഈ ഒരു വണ്ടിക്കകത്ത് വന്നിരിക്കും. ഒരുമാതിരി വണ്ടിക്കകത്തെല്ലാം വന്നിട്ടുണ്ട്. ഇനിയും ഈ ഒരു ക്രോസ് ബമ്പർ അല്ലെങ്കിൽ ഈ ഒരു ഫ്രണ്ട് സെൻറ്റർ ബമ്പറിൽ തന്നെ നമുക്ക് കാല് ചവിട്ടി കയറാനുള്ള ചെറിയൊരു ഫുഡ് സ്റ്റെപ്പിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. റബ്ബറിൻ്റെ ഒരു ഇതോടുകൂടിയാണ് ആ സാധനം ചെയ്തിരിക്കുന്നത്. ഇപ്പം ഫ്രണ്ട് വിൻസ്ക്രീൻ വാഷ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നമുക്ക് വൈപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അങ്ങനെയൊക്കെ നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഈ ഒരു ഇത് കൊടുത്തിരിക്കുന്നത്. അത് വലിയൊരു കാര്യം തന്നെയാണ്. ഇനി ഈ ഒരു സെൻട്രൽ പോർഷനിൽ നിന്ന് നമുക്ക് 2 സൈഡിലേക്ക് പോകുമ്പോഴത്തേന് ഏറ്റവും പ്രധാനമായിട്ട് കാണേണ്ടത് ഈ ഒരു ഹെഡ്ലൈറ്റാണ്. അപ്പോൾ ഇനിയും ഇതിനകത്ത് ഈ ഒരു റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഇരിക്കുന്ന ഡ്യുവൽ ചേമ്പർ ഹെഡ്ലൈറ്റ് ഇപ്പോൾ നമുക്ക് 2017, 16 അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലൊക്കെ വന്ന സമയത്ത് ഞാൻ മുമ്പ് നമ്മുടെ ഭാരത് ബെൻസിൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ റിവ്യൂ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ വരുന്ന നമ്മുടെ ഡ്യുവൽ ചേമ്പേഴ്സ് ഹെഡ്ലൈറ്റ് ആക്കിയതിൽ പിന്നെ വണ്ടിക്ക് കൂടുതൽ വെട്ടമുണ്ട്. അതിപ്പോൾ ആദ്യ കാലങ്ങളിലൊക്കെ വണ്ടി വന്നിരുന്നതിനകത്ത് ഹെഡ്ലൈറ്റ് ഇപ്പം ഹൈ ബീമിൽ ഇടുന്ന സമയത്ത് ഇത് 2 ഒരുമിച്ച് കത്തത്തില്ലായിരുന്നു. ഈ ഒരു DRL അല്ലെങ്കിൽ ഈ ഒരു ഇതൊക്കെ കൊടുത്തിരിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല ലൈറ്റ്, ഇപ്പം നമുക്ക് നൈറ്റിലൊക്കെ പോകുന്ന സമയത്ത് ഇപ്പം ആ ഒരു കറക്റ്റ് റോഡിൻ്റെ വിസിബിലിറ്റി കാണത്തക്ക രീതിയിലാണ് ഈ ഒരു 2 ലൈറ്റും കൊടുത്തിരിക്കുന്നത്. താഴെയായിട്ട് നിങ്ങൾക്ക് 2 ചെറിയൊരു റിഫ്ലക്ടറും കാണാം.
അപ്പോൾ സെൻട്രൽ പോർഷനിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഏറ്റവും ഹൈലൈറ്റായിട്ട് കാണുന്ന നിൽക്കുന്ന അല്ലെങ്കിൽ എടുത്ത് നിൽക്കുന്നതെന്ന് പറയുന്നത് ഭാരത് ബെൻസിൻ്റെ ഈ ഒരു ലോഗോ തന്നെയാണ്. ഭാരത് ബെൻസിൻ്റെ ഈ ഒരു ബാഡ്ജിങ് അത്യാവശ്യം നല്ല സ്റ്റൈലായിട്ട് ബോൾഡായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കത് എടുത്ത് പറഞ്ഞൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഭാരത് ബെൻസിൻ്റെ ലോഗോ സെൻട്രലായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. ടിപ്പറിനെ സംബന്ധിച്ചോളം ഞാൻ പലപ്പോഴും ആൾക്കാർ ചെയ്യുന്നുണ്ട്, ഈ ഒരു ലോഗോ ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മുടെ മെസ്ഡീസിൻ്റെ ലോഗോ ഇവിടെ ചിലർ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസം കാണാൻ, ഇച്ചിരി കൂടെ നല്ലൊരു ഭംഗിയാണ്. ഞാൻ പലതവണ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആദ്യകാലം സമയത്തൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടായിരുന്നു ഇത് ഓപ്പൺ ചെയ്യാനുള്ളൊരു നോബ് കൊടുത്തിരുന്നത്. ഇപ്പോൾ അത് മാറ്റി നമ്മുടെ ഈ ഒരു ഗ്രില്ല് കണ്ടോ ഫ്രണ്ടിലത്തെ ഈ ഗ്രില്ലിന് ഉള്ളിലേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പുതിയ വണ്ടിയായ കാരണം കേട്ടോ ഇതിനകത്ത് ആ ഒരു കെട്ടിയിട്ടിരിക്കുന്ന ദൂരം മാറ്റിയിട്ടില്ല. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കിതിനകത്ത് മെയിനായിട്ട് കാണാൻ സാധിക്കുന്നത് നമുക്ക് നമ്മുടെ വൈപ്പറിൻ്റെ മോട്ടർ കാണാം, അതുപോലെ തന്നെ നമ്മുടെ റേഡിയേറ്റർ, അതുപോലെ തന്നെ നമ്മുടെ കൂളൻറ്റിൻ്റെ പൈപ്പ്സ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ഫ്രണ്ടിൽ ഭാഗത്തായിട്ട് കാണാം. എപ്പോഴും നമുക്ക് തുറക്കേണ്ടതായിട്ടുള്ളൊരു പ്രശ്നങ്ങൾ ഈ ഒരു ഭാഗത്തേക്ക് വരുന്നില്ല. ഇപ്പോൾ അത്യാവശ്യം നമുക്ക് ഇതുപോലെ ചെക്കിങ്, ഇപ്പം വൈപ്പറിൻ്റെ വാഷറിലേക്ക് വേണ്ടിയുള്ള ടാങ്കാണത്, ഇതിനകത്ത് നിന്നാണ് അത്യാവശ്യം വെള്ളം, ഇതൊക്കെ അങ്ങനെ അപ്പം പീരിയോഡിക്കായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള സാധനങ്ങളൊക്കെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ഫൈബറിൻ്റെയാണ് ഈ ഫ്രണ്ട് വന്നിരിക്കുന്ന ഗ്രില്ല് വരിക്കുന്നത്. ചെറിയൊരു ഹെക്സഗണൽ ഷേപ്പ് കൊടുത്താണ് സാധനം ചെയ്തിരിക്കുന്നത്. എപ്പോഴും ട്രക്കിൻ്റെ റിവ്യൂക്കകത്ത് നമ്മൾ മെയിനായിട്ട് പറഞ്ഞു തരേണ്ടത് ട്രക്ക് എങ്ങനെ പോകുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ലോഡ് കപ്പാസിറ്റി എന്നതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് പറഞ്ഞു തരുന്നത്. ഇത് ഞാൻ ജസ്റ്റ് ഇപ്പം ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഒരു ഓവറോൾ ലുക്ക് ഈ ഒരു വണ്ടിയെപ്പറ്റി കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, നമുക്കിനി സൈഡ് പ്രൊഫൈലിലേക്ക് പോകാം. ഇപ്പോൾ നമുക്ക് ഈ ഒരു സൈഡ് പ്രൊഫൈലിലേക്ക്, ലെഫ്റ്റ് സൈഡ് പ്രൊഫൈലിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഈ ഒരു വണ്ടിയുടെ ഏറ്റവും ഹൈലൈറ്റായിട്ട് നിൽക്കുന്നത് നമ്മുടെ മിറർ തന്നെയാണ് ഫ്രണ്ടിൽ. ഈ ഒരു ഫ്രണ്ടിലത്തെ മിററും നിങ്ങൾക്ക് ഈ കാണാൻ സാധിക്കും. ഈ ഒരു കോർണർ പാനൽ കണ്ടോ, ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എയറിനെ കറക്റ്റ് കടത്തിവിടാനുള്ള രീതിയിൽ അതിനുവേണ്ടിയുള്ള ഡിസൈൻസാണ് ശരിക്കും പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. 2020 BS6 ഭാരത് ബെൻസ് വരുമ്പോഴത്തേന് അത്യാവശ്യം കിഡിലും കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് പിന്നീട് അതിനെക്കുറിച്ച് പറയാം. ഓക്കെ, നമുക്ക് ഇപ്പോൾ ഈ ഒരു മിറർ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ള മിററാണ്. ഞാൻ പലതവണ ഭാരത് ബെൻസിൻ്റെ വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് മിറേഴ്സിനെ കുറിച്ച് ഞങ്ങൾ അത്ര വിശദമായിട്ട് ഞാൻ പറയുന്നത്, ഇറ്റ്സ് ഓക്കെ, ആ ഒരു നോർമൽ രീതിയിൽ പോകുന്ന വണ്ടികളാണ്. ഇനിയും നമ്മുടെ ഡോറ് കാര്യങ്ങളെല്ലാം നമ്മുടെ പഴയ സാധാരണ രീതിയിലുള്ള ആ ഒരു ഭാരത് ബെൻസിൻ്റെ ലുക്കിൽ തന്നെയാണ് ഓൾറെഡി ഇത് കൊടുത്തിരിക്കുന്നത്. നമുക്കിനിയും ഈ ഒരു ഡോർ പാഡിലേക്ക് വരാം. ഇപ്പോൾ ഡോർ പാഡിലേക്ക് വരുമ്പോഴത്തേന് നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ഡോർ ഓപ്പൺ ചെയ്യാനുള്ള നോബും അതുപോലെ തന്നെ ഗ്ലാസിൻ്റെ ഇത് ചെയ്യാനുള്ളൊരു നോബും മാത്രമേ ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ടുള്ളൂ. ഇപ്പോൾ 2020 വണ്ടിക്ക് എന്തൊക്കെ മാറ്റങ്ങളുണ്ടെന്ന് നമുക്ക് ഇത് കണ്ടറിയാം. ജസ്റ്റ് ഇതുപോലെ തന്നെ ചെറിയൊരു ഇവിടെ ഒരു ബോട്ടിൽ ഹോൾഡർ, പിന്നെ ഒരു ചെറിയൊരു സ്പേസ് ഹോൾഡർ ഈ സാധനത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒരു സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴത്തേന് നമ്മുടെ ബോഡി അതുപോലെ തന്നെ നമ്മുടെ ഷേസീസ കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു സൈഡിലേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ ഒരു ലിവർ ഞാൻ പല വണ്ടികൾക്ക് ഞാനത് കാണിച്ചിട്ടുണ്ട്. ഇത് ലൂസ് ചെയ്തതിന് ശേഷം ഈ ഒരു ലിവർ മുകളിലോട്ടും താഴോട്ടും പ്രസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ ക്യാബിൻ ഉയർത്തുന്നത്. ക്യാബിൻ നമുക്ക് എപ്പോഴും ഉയർത്താൻ സാധിക്കില്ല, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ വണ്ടിക്കകത്ത് കുറേ അധികം സാധനങ്ങളൊക്കെ ഓരോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി ക്യാബിൻ ഉയർത്തുന്ന സമയത്ത് അതെല്ലാം വീണ്ടും ആദ്യം ഒന്നേന്ന് മാറ്റേണ്ടി വരും. അതുകൊണ്ടാണ് കുഴപ്പമില്ല, ഞാൻ എൻ്റെ എഞ്ചിനെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പറയുന്നതാണ്. ഇത് നമ്മുടെ എയർ ഫിൽറ്ററിൻ്റെയാണ്. ഇപ്പോൾ ഫിൽറ്റർ ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങളും ഇവിടെ നിന്നാണ് അത് ഊരി പോകുന്നത്. ഈ സാധനം പൊങ്ങുന്ന സമയത്ത് ഞാൻ പല വണ്ടിക്കകത്തും കാണിച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ നമ്മുടെ ഈ ഒരു ബോഡിയുടെ, അതായത് ഈ ഒരു ബോക്സിൻ്റെ ഹൈഡ്രോളിക്കിൻ്റെതാണ്. ഇതിൻ്റെ ഓയിലിൻ്റെ ഗേജും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും. അതിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പം നമുക്ക് ഇതെങ്ങനെ ഇത് ഇടേണ്ട ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അകത്ത് കയറിയതിന് ശേഷം കാണിച്ചു തരാം. ഇനിയും നമുക്ക് ഈ ഒരു ബാറ്ററി ബോക്സിലേക്ക് വരുമ്പോഴത്തേന് 12x2 അതായത് 24 വോൾട്ടിൻ്റെ ബാറ്ററിയാണ് വന്നിരിക്കുന്നത്. ഇതാണ് എമർജൻസി ആയിട്ട് നമുക്ക് ഇപ്പം കട്ട് ഓഫ് ചെയ്യണമെങ്കിൽ ഒക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് ഇതാണ്. ഇപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഒന്ന് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ വെൽഡിങ്ങിൻ്റെ സമയത്ത് എപ്പോഴാണ് കട്ട് ഓഫ് മെയിനായിട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോഡിക്ക് എന്തെങ്കിലും വെൽഡിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ഈ സാധനം ഒന്ന് ഓഫ് ചെയ്തിടും. അപ്പം ബാറ്ററി മൊത്തത്തിൽ നമുക്ക് ഓഫായി പോകുന്നതാണ്. അതുപോലെ തന്നെ എയർ ടാങ്ക്, ഇപ്പം ക്ലച്ച് അതുപോലെ തന്നെ ബ്രേക്ക് കാര്യങ്ങളെല്ലാം ഫുത്ത് എയറിലായതുകൊണ്ട് തന്നെ എയർ ടാങ്കിലാണ് ഈ ഒരു വന്നിരിക്കുന്നത്. ഇപ്പം നമുക്ക് സാധാരണ ഇപ്പം ഇത് വന്നിരിക്കുന്നത് 8.2 ബാറിൻ്റെ ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഈ ഒരു എയറിൻ്റെ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഈ ഒരു എയറിൻ്റെ ടാങ്ക് ഈ സ്ഥാനത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ പുതിയ വണ്ടികൾക്ക് ഇച്ചിരൂടെ എയറിൻ്റെ ഇത് പ്രഷർ കൂട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാനത് പുതിയ വണ്ടി വരുമ്പോഴത്തേന് അത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഇതാണ് ഇപ്പം നമ്മുടെ ഈ ഒരു ബോക്സ് ലോക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇപ്പം എന്തെങ്കിലും നമുക്ക് ഇതിൻ്റെ അടിയിൽ കയറുന്ന പണിയൊക്കെ ചെയ്യേണ്ട സമയത്ത് എന്തെങ്കിലും പ്രശ്നമൊന്നും വരാതിരിക്കാൻ വേണ്ടി ഇത് കയറി ജസ്റ്റ് അങ്ങ് നമുക്ക് ലോക്ക് ചെയ്തിടും. പിന്നെ ഇന്നൊക്കെ ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ടിൽ ഒരു
ഇതുണ്ട്, നമ്മുടെ ബോക്സെ കാണാൻ സാധിക്കും. ഇവിടെ ഗ്രീസ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ചെയ്തുള്ള രീതിയിൽ അവിടെ കൊടുത്തിട്ടുണ്ട്, എവിടെയൊക്കെയാണ് നമുക്ക് ലൂബ്രിക്കൻറ്റ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി കാണുവാണെങ്കിൽ ഇപ്പം നമ്മളിപ്പം വലിയ വണ്ടികൾക്ക് ഞാൻ പല ലോഡിൻ്റെ ട്രിപ്സൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളതാണ് നമ്മൾ ഗ്രീസ് അരിക്കുന്ന സ്ഥലങ്ങൾ, ഓരോ പോയിൻ്റ്. അപ്പം വണ്ടിയുടെ വീലും അതുപോലെ തന്നെ ഇത് കൂടുന്നതനുസരിച്ച് നമുക്ക് ഗ്രീസ് അരിക്കേണ്ട പോയിൻറ്റ്സും കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ലെയ്ലാൻഡിനൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ലെയ്ലാൻഡിൻ്റെ പുതിയ കുറേ ടെക്നോളജികളനുസരിച്ച് ഇപ്പം വണ്ടിക്ക് 2 പോയിൻ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് മൊത്തം ഗ്രീസ് അടിക്കുന്നത്. ഇനിയും സസ്പെൻഷൻ എന്ന് പറയുമ്പോഴത്തേന് ഇതിൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ വന്നിരിക്കുന്നത് 2 ഹൈഡ്രോളിക് ഷോക്ക് അബ്സോർബറോട് കൂടിയ പാരാബോളിക് ലീവ് സ്പ്രിംഗ് ആണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു സസ്പെൻഷൻ തന്നെയാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. നോർമലായിട്ട് വണ്ടികളിലെല്ലാം വരുന്ന ഈ ഒരു സസ്പെൻഷൻ തന്നെയാണ്. കൂടാതെ ക്യാബിൻ സെപ്പറേറ്റ്, ക്യാബിൻ്റെ ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടി 4 സെപ്പറേറ്റ് സസ്പെൻഷനിലാണ് അതും ചെയ്തിരിക്കുന്നത്. ഇനിയും നമുക്ക് ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഇതിന് വന്നിരിക്കുന്ന ഒരു സെമി എലിപ്റ്റിക്കൽ സസ്പെൻഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സെമി എലിപ്റ്റിക്കൽ രീതിയിൽ ഇത് കൊടുത്തിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണം എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്, വണ്ടിയുടെ ലോഡ് ക്യാരിങ് ഉള്ള എബിലിറ്റി കൂടും, അതുപോലെ തന്നെ വണ്ടിയുടെ സ്റ്റെബിലിറ്റി കൂടും. ഇപ്പോൾ നമുക്ക് പലതരത്തിലുള്ള ടെറൈനിൽ കൂടാണ് ടിപ്പർ ഇപ്പോൾ പ്ലാറ്റ്ഫോം വണ്ടി പോകുന്നതിലും കൂടുതൽ വളരെ ദുർഘടമായിട്ടുള്ള ടെറൈനിൽ കൂടാണ് എപ്പോഴും നമ്മുടെ അല്ലാത്ത വണ്ടികൾ പോകുന്നത്. അപ്പോൾ ആ സമയത്ത് എല്ലാ രീതിയിലും നമുക്ക് ആ ഒരു ടെറൈനുമായിട്ട് അക്സെപ്റ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള സസ്പെൻഷൻസാണ് നമ്മുടെ ഈ ടിപ്പർ ഭാഗത്തേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കാണാൻ സാധിക്കും, ഇതിൻ്റെ താഴെയായിട്ട് നമുക്ക് അതിൻ്റെ ബാലൻസ് റാഡ് കാണാം. അതുപോലെ തന്നെ സെൻട്രലായിട്ട് അതിൻ്റെ നിങ്ങൾക്ക് ആ യൂണിവേഴ്സൽ ജോയിൻറ്റും അതുപോലെ തന്നെ ഹൗസിങ്ങും കാര്യങ്ങളൊക്കെ സെൻട്രലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോഴത്തേനും നിങ്ങൾക്ക് ആദ്യം കാണാൻ സാധിക്കും ആ ഒരു ബാക്ക് സൈഡിൽ ഒരു റിവേഴ്സ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ബ്രേക്കിൻ്റെ ബൂസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇപ്പോൾ മറ്റു വണ്ടികൾ പോലെ പ്ലാറ്റ്ഫോം വണ്ടികളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമുക്ക് ഈ ഒരു ടിപ്പറിൻ്റെ വണ്ടികളിനകത്ത് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു വലത്തെ സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്ക് ആഡ് ബ്ലൂവിൻ്റെ ഒരു ടാങ്ക് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഡീസലിൻ്റെ ടാങ്ക് ഉണ്ട്. ഏകദേശം 240 ലിറ്റർ കപ്പാസിറ്റി വരുന്നതാണ് നമ്മുടെ ഡീസലിൻ്റെ ടാങ്ക് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു കാണുന്നതാണ് നമ്മുടെ ആഡ് ബ്ലൂവിൻ്റെ ടാങ്ക്, ഏകദേശം 60 ലിറ്ററാണ് നമ്മുടെ ആഡ് ബ്ലൂവിൻ്റെ ടാങ്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഗേജ് നമ്മുടെ മീറ്റർ കൺസോളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇതിനകത്ത് പ്രധാന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ആഡ് ബ്ലൂ എന്ന് പറയുന്നത് ശരിക്കും ഞാൻ പല വീഡിയോയ്ക്കകത്തും പറഞ്ഞിട്ടുണ്ട്, ഒരു ഹൈ ക്വാളിറ്റി യൂറിയ സൊല്യൂഷനാണ്. അതായത് നമ്മുടെ എക്സോസ്റ്റിൽ, അതായത് നമ്മുടെ എഞ്ചിനിൽ നിന്ന് പുറത്തേക്ക് തള്ളുന്ന എക്സോസ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ നൈട്രജൻ ഓക്സൈഡ്സ് ആയിരിക്കും അതിനകത്ത് കൂടുതൽ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ യൂറിയ സൊല്യൂഷൻ, അല്ലെങ്കിൽ നമുക്ക് അമോണിയ എന്നൊക്കെ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ ഇതാണ് നമുക്കിപ്പം ഇതിലൊരു ഗേജ് കാണാൻ സാധിക്കും. ഇപ്പം മട അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഓടുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും കുഴപ്പങ്ങളോ അല്ലെ കല്ലോ കാര്യങ്ങളോ തടിയോ ഒന്നും വന്ന് ഇടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ടാങ്കിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ഗേജ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനിയും വണ്ടിയുടെ ഉള്ളിലേക്ക് കയറിയതിന് ശേഷം ഉള്ളിലെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. ഭാരത് ബെൻസ്. ഓക്കെ, അപ്പോൾ ഭാരത് ബെൻസിനെ സംബന്ധിച്ചോളം നമുക്കിപ്പോൾ എല്ലാ വണ്ടികളും എടുത്തു കഴിഞ്ഞാൽ ഏകദേശം സെയിം ആണ്, ക്യാബിന് അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം. ഇപ്പോൾ ഈ ഒരു 6 വീൽ വണ്ടിയാണെങ്കിൽ പറഞ്ഞാൽ പോലും നമുക്കിപ്പോൾ ഈ ഒരു ബെർത്ത് ഇല്ലെന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം ഏകദേശം സെയിം ആണ്. ഇനി ടിപ്പറിനകത്ത് എന്തൊക്കെയാണ് വ്യത്യാസം വരുന്നതെന്ന് പറയാം. ടിപ്പറിനകത്ത് ഇപ്പോൾ ആദ്യത്തെ വ്യത്യാസം എന്ന് പറയുന്നത് ഇതിനകത്ത് നമുക്ക് ഈ ഒരു സ്വിച്ചിൻ്റെ സൈഡിൽ, ഇടത്തെ സൈഡിലെ സ്വിച്ചസിൻ്റെ സൈഡിൽ നമുക്ക് വന്നിരിക്കുന്നത് ടിപ്പ് വെക്കാനുള്ളൊരു ആ ഒരു ലോക്കിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനിയും ഇടത്തെ സൈഡിൽ ആസ് യൂഷ്വൽ സെയിം നമ്മൾ മറ്റു ഭാരത് ബെൻസ് നമ്മുടെ 2019 വണ്ടികൾ കണ്ടതുപോലെയല്ല എല്ലാ സ്വിച്ചുകളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇനി എക്സ്ട്രാ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ പ്ലാറ്റ്ഫോം വണ്ടികൾക്കൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, നമുക്ക് അതായത് എൻജിൻ ബ്രേക്ക് ഇടുന്ന സമയത്ത് നമുക്ക് നേരെ ഈ ഒരു ഭാഗത്തായിട്ടായിരുന്നു എൻജിൻ ബ്രേക്കിൻ്റെ സ്വിച്ച് വന്നിട്ട് നമ്മുടെ. പക്ഷേ ഇതിനകത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേന് എൻജിൻ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഇതിൻ്റെ ഇപ്പോൾ എൻജിൻ ബ്രേക്കുകളെ പറ്റി പറയുവാണെങ്കിൽ തന്നെ ഇപ്പം ഞാനിപ്പോൾ ടാറ്റ ഓടിച്ചിട്ടുണ്ട്, ടിപ്പർ, അശോക് ലീലാൻഡ് ഓടിച്ചിട്ടുണ്ട്, എയ്ഷർ ഓടിച്ചിട്ടുണ്ട്, ഭാരത് ബെൻസ് ഓടിച്ചിട്ടുണ്ട്. ഇത്തരം വണ്ടികളിൽ വെച്ച് ഒരു മികച്ച ഒരു എൻജിൻ ബ്രേക്കിംഗ് എൻ്റെ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത് നമ്മുടെ ഭാരത് ബെൻസിൽ നിന്നാണ്. ഇപ്പം നമുക്ക് എൻജിൻ ബ്രേക്ക് ഇടുന്ന സമയത്ത് കോൺസ്റ്റൻറ്റ് ത്രോട്ടിൽ വാൽവ് കൂടെയുള്ള ആ ഒരു എയറിൻ്റെ ഈ ഫ്ലോയെ കട്ട് ചെയ്തതിന് ശേഷം അപ്പോൾ ഇത് ഇടുന്ന സമയത്ത് എൻജിനിലേക്ക് നമുക്ക് പോകുന്ന ആ ഒരു ഡീസലിനെ സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് എന്നിട്ട് കംപ്രസ്ഡ് എയറിനെ നമ്മുടെ ഇതിലേക്ക് തള്ളിക്കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്താണ് ശരിക്കും ഈ ഒരു എൻജിൻ ബ്രേക്കിങ്ങിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മികച്ച എൻജിൻ ബ്രേക്കിംഗ് ഈ ഒരു വണ്ടിക്കകത്ത് ലഭിക്കുന്നുണ്ടെന്നുള്ളതിനകത്ത് ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്ത് കാണാനുള്ളത് നമ്മുടെ ഈ ഡാഷ്ബോർഡ്, അതുപോലെ തന്നെ നമ്മുടെ ഈ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. അപ്പോൾ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നമുക്ക് സ്പീഡോമീറ്ററിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ RPM ഉണ്ട്, എയറിൻ്റെ ബാറുണ്ട്, പിന്നെ നമ്മുടെ ഡീസലിൻ്റെയും അതുപോലെ തന്നെ ആഡ് ബ്ലൂവിൻ്റെയും. അപ്പോൾ ഇവിടെ കാണിക്കുന്നതിനകത്ത് മുകളിൽ കാണിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഡീസലിൻ്റെ, താഴത്തെ ബ്ലൂ നിറത്തിൽ കാണിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ ആഡ് ബ്ലൂവിൻ്റെയും സാധനങ്ങളാണ്.
അപ്പം ആഡ് ബ്ലൂ എന്ന് പറയുമ്പോഴത്തേനും നിങ്ങൾക്ക് മുമ്പേ പറഞ്ഞ പോലെ യൂറിയ സൊല്യൂഷൻ്റെയാണ് ആ കാണിക്കുന്നത്. ഇനിയും ഇതിനകത്ത് മറ്റൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഈ ഒരു മീറ്റർ കൺസോളിൽ വരുമ്പോഴത്തേന് നമുക്ക് വണ്ടിക്കകത്ത് ഓരോ കാര്യങ്ങൾ ചെക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ എത്ര കിലോമീറ്റർ, ഇപ്പോൾ ഇതിനകത്ത് കാണിക്കുന്ന 56% കാണിക്കുന്നുണ്ട്. 28 ലിറ്റർ അത് ആഡ് ബ്ലൂവിൻ്റെയാണ്. ഇപ്പോൾ 212 അവർ വണ്ടി ഓടിയതിൻ്റെ അലാമ, ടൈം, ABS, FR, INS, ഇതെല്ലാം MR, ഇതെല്ലാം വണ്ടിയുടെ ഓരോരോ നമ്മൾ ചെക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ ടോട്ടൽ കിലോമീറ്റർ ഓടിയതിൻ്റെ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഈ ഒരു ഇവിടെ കൊടുത്തിട്ടുണ്ട്. 56% ഇത് വന്നിരിക്കുന്നു. ഇത് 82%, 195 ലിറ്റർ എന്ന് പറയുന്നതിൻ്റെ ഡീസലിൻ്റെ കപ്പാസിറ്റി 630 കിലോമീറ്റർ ഓടും, 82%. ഇവിടെ 56% നമ്മുടെ ആഡ് ബ്ലൂ 28 ലിറ്റർ ഉണ്ട്, അത് ഏകദേശം 2800 കിലോമീറ്ററൂടെ അത് ഓടും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് ഇതിനകത്ത് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനകത്ത് വരുന്നത്. പിന്നെ ഇതിനകത്ത് MR, INS ഒക്കെ എന്ന് പറഞ്ഞാൽ വണ്ടി ഓടിക്കുന്നതിനകത്ത് നമുക്ക് എന്തെങ്കിലും വണ്ടിക്കകത്ത് പ്രശ്നങ്ങളുണ്ട്, ഇപ്പം ഓരോ സെൻസറുപരമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പവർ, സലാമോഫ്, ടൈം, ABSൻ്റേത്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനകത്ത് വരുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഈ ഒരു സൈഡിലേക്ക് വന്ന് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഇപ്പം ഈ വന്നിരിക്കുന്നതെന്ന് പറയുന്നത്, അപ്പോൾ ഈ ഒരു സൈഡിൽ കാണുന്നതിനകത്ത് നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 1, 2, 3, 4 സ്വിച്ച് വന്നിട്ടുണ്ട്. ഏറ്റവും ടോപ്പിലത്തെ 2 സ്വിച്ചസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ക്ലസ്റ്ററിനകത്തെ ഇത് കൺട്രോൾ ചെയ്യാനുള്ളതാണ്. ഇത് നമ്മുടെ ഡിഫ് ലോക്കിൻ്റേതും ഇത് നമ്മുടെ ടിപ്പ് പൊക്കുന്നത്. അപ്പോൾ ടിപ്പ് പൊക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ അടുത്ത ദിവസം നമ്മുടെ ലോഡ് വീഡിയോയ്ക്കകത്ത് കാണിക്കാം. ടിപ്പ് പൊക്കുന്നത് ശരിക്കും ക്ലച്ച് ചവിട്ടിയതിന് ശേഷം ഇത് ഓണാക്കും, എന്നിട്ട് ഈ താഴെ ഒരു സ്വിച്ച് ഉണ്ട്, അത് ഓണാക്കി കൊടുക്കുമ്പോഴാണ്, എന്നിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുമ്പം ഇത് നമുക്ക് ടിപ്പ് മേളിലായിട്ട് പൊങ്ങും. പിന്നെ ഇതിനകത്ത് വന്നിരിക്കുന്നത് നമ്മുടെ AC-യുടെ വെൻറ്റുകൾ, അതുപോലെ തന്നെ ബാക്കി അതിൻ്റെ സ്വിച്ചസ് കാര്യങ്ങൾ, നമ്മുടെ ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇനിയും ഈ ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്നത് നമ്മുടെ TFT ഡിസ്പ്ലേ നമുക്കിപ്പോൾ കാണാം. റിവേഴ്സ് ഇടുന്ന സമയത്ത് ഉള്ളൊരു ഡിസ്പ്ലേ ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു സാധനമാണ്, നമുക്ക് കാണാം ഒരു ഇത് വന്നിരിക്കുന്നത്. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം മുകളിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്കൊരു ചെറിയൊരു ഭാരത് ബെൻസിൻ്റെ ഒരു മ്യൂസിക് സിസ്റ്റം ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഇതാണെന്ന് തോന്നുന്നു, നൈസായിട്ട് സാധനമാണ് ഇത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ വണ്ടിക്ക് അങ്ങനെ ബെർത്ത കാര്യങ്ങളൊന്നുമില്ല, 6 വീൽ ആയതുകൊണ്ട് തന്നെ. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഭാരത് ബെൻസിൻ്റെ 6 വീലിൻ്റെ ഇൻറ്റീരിയറിലെ കാര്യങ്ങൾ. ഇനിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി ഇടുന്നത് നെക്സ്റ്റ് നമ്മുടെ ലോഡ് റിവ്യൂ ചെയ്യുന്ന സമയത്തെ വീഡിയോസിനകത്തായിരിക്കും ബാക്കി കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ നമുക്കിനി വണ്ടി ഓടിക്കാം. അപ്പോൾ ഏതായാലും നമുക്ക് നമ്മുടെ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആദ്യം നമ്മൾ എയർ ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വണ്ടിയുടെ ഡിഫറൻഷ്യൽ അങ്ങനത്തെ സാധനം ലോക്ക് ചെയ്തിട്ട് കിടപ്പുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കണം. ഹാൻഡ് ബ്രേക്ക് നോക്കണം. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം വേണം വണ്ടി സ്റ്റാർട്ടാകാൻ. അപ്പോൾ ഏതായാലും നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. എയറെല്ലാം കറക്റ്റായിട്ടാണ് ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് കിടക്കുന്നത്. നമുക്ക് ഏതായാലും ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാം. ഇപ്പം ഈ ഒരു സമയത്ത് നമുക്ക് ഫസ്റ്റ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ സാധാരണ ഞാനിപ്പോൾ രാവിലെ എടുക്കാറുള്ള സമയത്ത് ജസ്റ്റ് കൂടി ഒന്ന് സെക്കൻഡിലൊക്കെ എടുക്കാനുള്ള ഇതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഏതായാലും വണ്ടി ഒന്ന് മുന്നോട്ട് പോകാം. ആണ് ഇതിൻ്റെ ഗ്രേഡബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ജസ്റ്റ് ഇപ്പം ഈ ഒരു ചെറിയ റോഡിൽ കൂടി ഇങ്ങനെ ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്നത് നമുക്ക് സെക്കൻഡ് ഗിയറിലാണ് പോകുന്നത്. നമുക്ക് വലിയ ലോഡൊന്നും ഇല്ലാത്ത കാരണം നമുക്ക് അത്യാവശ്യം നോർമൽ രീതിയിൽ നമുക്ക് പോയച്ചാൽ മതി അങ്ങ്. അതുകൊണ്ടാണ് സെക്കൻഡ് ഗിയറിൽ പോകുന്നത്.
സംബന്ധിച്ചോളം ഇപ്പം ഏത് വണ്ടി എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ടേണിംഗ് റേഡിയസ് ഉണ്ട്. എന്നാലും നമുക്ക് ടിപ്പറിനെ സംബന്ധിച്ചോളം അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. അപ്പം നമുക്ക് 235 HP ഒരു എൻജിനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പവറുണ്ട്. ഇപ്പം ഉദാഹരണം ഇപ്പം മടയിലോടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി സീനയിലാണ് ഈ സാധനം ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ എപ്പോഴും നമുക്ക് വണ്ടിക്കകത്ത് വരും. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഇതിനൊരു എൻജിൻ്റെ റിവ്യൂ ഞാനിപ്പോൾ പറയത്തില്ല. കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ലോഡ് എടുക്കാതെ ഏകദേശം ഇതിൻ്റെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല. സോ നമുക്ക് ഏതായാലും ഒരു ലോഡ് എടുക്കാം. അപ്പോൾ ലോഡ് എടുത്തതിന് ശേഷം ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പറയാം. അപ്പം ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടായിരിക്കും ഞാനത് ചെയ്യുന്നത്, ലോഡ് എടുക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഏകദേശം വണ്ടി ഇവിടെ കയറ്റിയിട്ടിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ടിപ്പ് പൊക്കിയിട്ടൊക്കെ, ഇനി മഴയൊക്കെ ഇല്ല, അപ്പോൾ അത് കാരണം വെള്ളം വന്ന് അതിനകം തുരുമ്പ് പിടിക്കാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ആ ടിപ്പ് ഒന്ന് പൊക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇതിൻ്റെ നാളെ നമുക്ക് ലോഡ് എടുത്തതിന് ശേഷമുള്ളൊരു റിവ്യൂ പറയാം. അപ്പോൾ ഈ റിവ്യൂവിനകത്ത് ഞാനിപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ, ഗിയറിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ എഞ്ചിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബാക്കി കുറച്ച് കാര്യങ്ങളോട് പറയാം. പിന്നെ അകത്ത് നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെയും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമുക്ക് ഓടിക്കുന്ന സമയത്ത് പറയാം. അതായിരിക്കും നിങ്ങൾക്ക് ഇച്ചിരി കൂടെ മനസ്സിലാക്കണം, അതായത് ലോഡ് കയറ്റുന്ന സമയത്ത് എന്തുമാത്രം നമുക്കിത് പ്രയോജനം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ദിവസം നമ്മുടെ ഇതിൻ്റെ ലോഡ് റിവ്യൂ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അടുത്ത ദിവസം കാണുന്നവരേക്കും നിങ്ങളുടെ സ്വന്തം വിഷ്ണു കൊടൂർ, സൈനിങ് ഔട്ട് ഫ്രം ഓട്ടോസ് വ്ളോഗ്.